ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് വളരെ സീക്രട്ട് ആയിട്ട് ഒരാളോട് മാത്രമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള നിരവധി ഓപ്ഷൻസ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അതിലും സീക്രട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മൾ വാട്സപ്പിൽ പലരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ഈ ഒരു നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു കുറെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ കാണുന്നുണ്ട് അല്ലെ? അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് മാത്രമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണം. പക്ഷെ ഇത് ബാക്കിയുള്ള ആരും അറിയാനും പാടില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സിലേക്ക് പോകും അല്ലെ? സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്രൈവസി കണ്ടില്ലേ? ആ പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് പറയുന്ന കാര്യം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഇതിന്റെ സീക്രട്ട് എന്നാ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റിൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഹു ക്യാൻ സീ വെൻ ഐ എം ഓൺലൈൻ എന്നുള്ളത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം ആസ് ലാസ്റ്റ് സീൻ കൊടുക്കുക. അതുപോലെ തന്നെ ഹു ക്യാൻ സീ മൈ ലാസ്റ്റ് സീൻ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക? ഇവിടെ എവരി വണ്ണിലാണ് കിടക്കുന്നതെങ്കിൽ മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് അപ്പൊ മൊത്തത്തിലുള്ള കോൺടാക്ട്സ് വരും, നമ്മുടെ വാട്സപ്പിലുള്ള മൊത്തം കോൺടാക്ട്സ് വരും. അപ്പൊ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് ഓൾ സെലക്ട് കൊടുക്കുക. അപ്പൊ എല്ലാ കോൺടാക്ട്സും സെലക്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ ഉള്ള ആ സീക്രട്ട് ആയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ നമ്പർ മാത്രം അല്ലെങ്കിൽ ആ പേര് മാത്രം ഒന്ന് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. ഞാനൊരു പേര് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ മാത്രം എന്ത് ചെയ്യുക? ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അൺടിക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ ആ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ആ ഗ്രീൻ ടിക്ക് മാർക്ക് ഒന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താലൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് കോൺടാക്റ്റുകളിലെ ബാക്കി ആർക്കും നിങ്ങൾ ഓൺലൈനിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സ്പെഷ്യൽ വ്യക്തിക്ക് മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ? നിങ്ങൾ ഓൺലൈനിൽ ഉണ്ട് എന്നുള്ളത് ടിക്കിൽ കാണിക്കുള്ളൂ.